ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാലിദ് ഹുസൈനിയുടെ വിഖ്യാതമായ നോവലാണ് ദ കൈറ്റ് റണ്ണർ. കാബൂളിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അമീർ ജനിച്ചത്. അവിടുത്തെ വിശ്വസ്തനായ ജോലിക്കാരൻ അലിയുടെ മകനായിരുന്നു ഹസൻ. അമീറും ഹസനും ഒന്നിച്ച് പട്ടം പറത്തിയും കഥകൾ പറഞ്ഞും സഹോദരങ്ങളെപ്പോലെയാണ് വളർന്നത്. ഹസൻ അമീറിനോട് അഗാധമായ സ്നേഹവും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. 1975 ഒരു ശൈത്യകാലത്താണ് അമീറിന്റെ ജീവിതം മാറിമറിഞ്ഞത്. അന്ന് നടന്ന വലിയ പട്ടം പറത്തൽ മത്സരത്തിൽ അമീർ വിജയിച്ചു. അമീറിനു വേണ്ടി അവസാനത്തെ പട്ടം പിടിക്കാൻ പോയ ഹസനെ ക്രൂരനായ അസീഫ് എന്ന ബാലൻ തടഞ്ഞുവെച്ചു. ഹസൻ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടിട്ടും ഭീരുവായ അമീർ അവനെ രക്ഷിക്കാൻ തയ്യാറാകാതെ ഒളിച്ചു നിന്നു. തന്റെ ഭീരുത്വത്തിലുള്ള കുറ്റബോധം സഹിക്കാനാവാതെ അമീർ പിന്നീട് ഹസന്റെ മേൽ കള്ളക്കുറ്റം ചുമത്തി. അവനെയും പിതാവ് അലിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അത് കാരണമായി. കാലങ്ങൾ കടന്നുപോയി. യുദ്ധം കാരണം അമീർ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. അവിടെ അവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനാവുകയും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്തു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഹസനോട് ചെയ്ത വഞ്ചന ഒരു കനലായി അവനെ നീട്ടിക്കൊണ്ടിരുന്നു. സമാധാനം നഷ്ടമായ അമീർ ഒടുവിൽ അപകടം നിറഞ്ഞ തൻ്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോയി. അവിടെ വെച്ച് ഹസൻ തൻ്റെ സ്വന്തം അർത്ഥ സഹോദരനായിരുന്നു എന്ന സത്യം അവൻ മനസ്സിലാക്കി. ഹസൻ കൊല്ലപ്പെട്ടുവെങ്കിലും അവൻ്റെ അനാഥനായ മകൻ സൊഹ്റാബിനെ രക്ഷിക്കുവാൻ അമീർ തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി. ക്രൂരനായ ശത്രുവിൽ നിന്ന് സൊഹ്റാബിനെ മോചിപ്പിക്കുമ്പോഴേക്കും അമീറിൻ്റെ ശരീരം മുറിവേറ്റ് തകർന്നിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആത്മാവ് ആദ്യമായി ശാന്തമാകുന്നത് അവൻ അറിഞ്ഞു. മനുഷ്യ സഹജമായ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ ആ തെറ്റുകളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തിൽ കഴിയുന്നതിലല്ല കാര്യം, മറിച്ച് അവ തിരുത്താനുള്ള ആർജവം കാണിക്കുന്നതിലാണ് യഥാർത്ഥ നന്മ. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനും പ്രായശ്ചിത്തത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും ഒരിക്കലും വൈകിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന കാലമാണ് നോമ്പ് സമയം. തൻ്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് സദൃശവാക്യങ്ങൾ 28:13 പറയുന്നു. നോമ്പ് ചെയ്തുപോയ പാപങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള പരിഹാര ദിനങ്ങളാണ്. നമുക്കും തെറ്റുകൾ തിരുത്തി പരിഹാരം കണ്ടെത്തുന്നവരാകാം. നമ്മുടെ ഭൂതകാലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ലെങ്കിലും വർത്തമാനകാലത്തെ നന്മകളിലൂടെ ആ പാപക്കറകൾ കഴുകിക്കളയുവാൻ നമുക്ക് സാധിക്കും. ഭൂതകാലത്തിലെ തെറ്റുകൾ തിരുത്തുവാനും ഭാവിയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിക്കൂ. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. ജീവിക്കും ബലിയാകണമേ. അങ്ങേക്ക് പ്രീതിയുള്ളവനാക്കേണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ.